ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിന്റെ ഞെട്ടലിലാണ് ലോകരാജ്യങ്ങൾ. എല്ലാ കാലത്തും അകമഴിഞ്ഞ് പിന്തുണ നൽകുന്ന ഡൊണാൾഡ് ട്രംപ് പോലും ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞ നടപടി. തിരിച്ചടി നൽകാൻ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേരുന്നു. ആക്രമണം തുടർന്നും പിന്നോട്ടില്ലെന്നും നയം വ്യക്തമാക്കി ഇസ്രായേൽ മുന്നോട്ട് തന്നെ. എന്താണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്? ആരെയും ഭയക്കാതെ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാനാകും? ഹമാസ് നേതാക്കൾ താമസിക്കുന്ന ഖത്തറിലെ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അപ്രതീക്ഷിതവും അസാധാരണവുമായിരുന്നു. ഇസ്രായേലിന് യാതൊരു ഭീഷണിയും ഉയർത്താത്ത ഗാസ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഖത്തർ. അത്തരമൊരു രാജ്യമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ പ്രധാന സഖ്യരാജ്യത്ത് ആക്രമണം നടത്താൻ പോകുന്നുവെന്ന വിവരം മുൻകൂട്ടി ലഭിച്ചിട്ടും ഇസ്രായേലിനെ തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായിരുന്നില്ല. മറിച്ച് ഖത്തറിനെ അറിയിക്കാനുള്ള മനസ്സുകാട്ടി എന്ന വിശദീകരണമാണ് അമേരിക്ക നൽകുന്നത്. ഹമാസിന് ഓഫീസ് അനുവദിക്കാനും മധ്യസ്ഥ ചർച്ചകൾക്ക് വേദിയൊരുക്കാനും ഖത്തർ തയ്യാറായത് അമേരിക്കയുടെ കൂടി ആവശ്യത്തെ തുടർന്നാണ്. എന്നിട്ടും അമേരിക്ക ഇസ്രായേലിന് പച്ചക്കൊടി വീശി എന്നത് അറബ് രാജ്യങ്ങൾക്ക് പുനർവിചിന്തനത്തിനുള്ള സന്ദേശമാണ് നൽകുന്നത്. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ മറ്റൊരു കാര്യത്തിലേക്ക് തിരിച്ച ശേഷം ഗാസയിലെ അധിനിവേശ നടപടികളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്നതാണ് ഇസ്രായേൽ തുടർന്നു പോരുന്ന രീതി. അതായത് വെടിനിർത്തൽ ചർച്ചകളെ ഇല്ലാതാക്കുക. ഇതിലൂടെ ഗാസയെ പൂർണ്ണമായും വരുതിയിലാക്കാനുള്ള സമയം ലഭ്യമാക്കുക. ദോഹയിലെ ആക്രമണത്തിലൂടെയും നെതന്യാഹു ചെയ്തത് വെടിനിർത്തൽ ചർച്ചകളെ അട്ടിമറിച്ച് ഗാസയിൽ അധിനിവേശത്തിനുള്ള സമയം നീട്ടിയെടുക്കുകയാണ്. അമേരിക്ക മുന്നോട്ടുവച്ച വെടിനിർത്തൽ കരാറിന് ഹമാസ് തത്വത്തിൽ അംഗീകാരം നൽകിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു ദോഹയിലെ ആക്രമണം. എബന്തി കൈമാറ്റത്തിൽ ഉൾപ്പെടെ ഇസ്രായേൽ മുന്നോട്ടുവച്ച പല ആവശ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരുന്നു പുതിയ കരാർ. മധ്യസ്ഥ ചർച്ചകളെ ഇല്ലാതാക്കാനും ഗസയിൽ സമാധാനം പുലരാനും അനുവദിക്കാത്തതിൽ നെതന്യാഹുവിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന നിരവധി റിപ്പോർട്ടുകൾ പലതവണയായി പുറത്തുവന്നതാണ്. വെടിനിർത്തൽ കരാറിന് 7 തവണ തടസ്സം സൃഷ്ടിച്ചത് നെതന്യാഹു ആണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഗാസയിലെ സമാധാനം അകലെയാവുകയാണോ? ഖത്തറിന്റെ ഇടനില പൂർണ്ണമായും അവസാനിക്കുമോ? അങ്ങനെയെങ്കിൽ ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ഇസ്രായേലിന്റെ വഴിക്ക് തിരിയുമോ? ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണം ഖത്തറിന്റെ സവിശേഷമായ നയതന്ത്ര പദ്ധതികൾക്ക് നേരെയുള്ള ആക്രമണം കൂടിയാണ്. ഹമാസിന്റെ ഒരു പൊളിറ്റിക്കൽ ഓഫീസിന് ഇടം കൊടുക്കാനും ഇസ്രായേലുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്താനും യുഎസിന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രത്തിന് ആസ്ഥാനമാകാനുമെല്ലാം സാധിക്കുന്ന അതിശക്തമായ ഒരു നയതന്ത്ര പദ്ധതിയാണ് ഖത്തർ പിന്തുടരുന്നത്. ഖത്തറും ഇസ്രായേലും തമ്മിൽ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടാൽ അത് ഹമാസ് വിഷയത്തിൽ അവരുടെ ഇടനിലയെ ബാധിക്കും. ഇത് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുമുണ്ട്. ഖത്തറിന്റെ ഇടനില പദവിയുടെ കരുത്ത് കുറയുന്നതോടെ പുതിയ ഇടനിലക്കാർ മുമ്പോട്ട് വരാനുമിടയുണ്ട്. ഈജിപ്റ്റാണ് ആ വിഷയത്തിൽ സജീവമായി ഇടപെടുന്ന മറ്റൊരു രാജ്യം. ഒമാനും രംഗത്തുണ്ട്. യുഎസ് ഇവരിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാം. ഹമാസിനെ ഭൂമിശാസ്ത്രപരമായി തന്നെ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ പോകുന്നത് ഈജിപ്തിലെ റഫ ക്രോസിംഗിലൂടെയാണ്. ഇസ്രായേലിന് നിയന്ത്രണമില്ലാത്ത ഗാസ കവാടം. മാത്രമല്ല
ഖത്തറിനെ പോലെ ഇറാനെയും താലിബാനെയും ഹൂതികളെയും ഹമാസിനെയും ഇസ്രായേലിനെയും യുഎസിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നയസമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഈജിപ്തിന്റെ നയതന്ത്ര മാർഗം. ഇതെല്ലാം ഇസ്രായേൽ മുന്നിൽ കാണുന്നുമുണ്ട്. അമേരിക്കയുമായി ചേർന്ന് നിന്നാൽ ഇസ്രായേലി മിസൈലുകളുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാകാം എന്ന മിഥ്യാധാരണ കൂടിയാണ് ഇല്ലാതായിരിക്കുന്നത്. ഖത്തറിന്റെ നയസമീപനം എന്തായിരിക്കുമെന്നത് ഇനി നിർണായകമാണ്. ഒപ്പം ഗാസയുടെ ഭാവി.